അങ്ങനെ നമ്മൾ എത്രയൊക്കെ കാത്തിരുന്നിട്ട് നമ്മുടെ ലൈഫിൽ നടക്കാത്ത കാര്യം മറ്റൊരാളുടെ ലൈഫിൽ നടക്കുന്നു. ഏത്? അത് തന്നെ. അതാണ് ഈ അസൂയ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ അസൂയ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? അതൊക്കെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലർക്ക് അതൊരു വിഷാദ രോഗമൊക്കെ ആയിട്ട് വന്നെന്നിരിക്കാം. ചിലർക്കാണെങ്കിൽ ഇതാ വലിയ പ്രശ്നമൊന്നുമില്ലാതെ ഇതുപോലെ അങ്ങ് പോകും. എന്താണെങ്കിലും ഇത്തരത്തിലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ ഈ അസൂയ എന്ന് പറയുന്നത് പൊതുവെ പെണ്ണുങ്ങൾക്കാണ് കണ്ടുവരുന്നതെന്ന് പറയുമെങ്കിലും ആണുങ്ങൾക്കും കാണും. അതാരും പറയുന്നില്ലെന്ന് മാത്രം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഗൈസ്, എന്താണെങ്കിലും 2025 കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഉണ്ടാവുന്ന കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ 2025. ഇനിയിപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ 2025 കാര്യം അങ്ങ് മാറ്റി വെക്കുക. ഇനിയിപ്പോൾ 2026 തുടങ്ങുകയാണ്. അപ്പം ഈ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ എഫേർട്ടൊക്കെ ഇട്ട് നമ്മുടെ ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, നമ്മൾ മറ്റുള്ളവരോട് അസൂയ തോന്നുന്ന, കുശുമ്പ് തോന്നുന്ന ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഡ്രീം അതങ്ങോട്ട് നേടിയെടുക്കാൻ അങ്ങോട്ട് എഫേർട്ട് ഇട്ടാൽ അങ്ങോട്ട് പരിശ്രമിക്കുക. എന്താണെങ്കിലും നമ്മളെ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഈ ലോകത്തൊന്നും ഇല്ലെന്നേ. അവർക്ക് സാധിക്കുമെങ്കിൽ നമുക്കും സാധിക്കണ്ടേ? എന്താണെങ്കിലും ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ 2025 ഇടാൻ സ്റ്റാറ്റസ് ഒന്നും ഇല്ല. ഇനിയിപ്പോൾ 2026 അവസാനമെങ്കിലും എന്തെങ്കിലുമൊക്കെ നേടിയിട്ട് എന്തെങ്കിലുമൊക്കെ സ്റ്റാറ്റസ് ഇടണ്ടേ ഗൈസ്.